എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ക്യാരറ്റ് ബീട്രൂട്ട് ലേഹ്യമാണ്. ഈ ഒരു ലേഹ്യം നമ്മൾ കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന കറുത്ത പാടുകൾ അകറ്റാനും ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനും രക്തക്കുറവ് പരിഹരിക്കാനും വിളർച്ച തടയാനും ശരീരബലം കൂട്ടാനും സൗന്ദര്യം നിലനിർത്താനും പ്രായം കൂടുന്തോറും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ചുളിവുകൾ അകറ്റാനും ഉത്തമമായ ഈ ഒരു ലേഹ്യം നമ്മുടെ വീടുകളിൽ തയ്യാറാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ കാണാൻ പോകാം. ഇനി നമുക്ക് ക്യാരറ്റ് ബീട്രൂട്ട് ലേഹ്യം തയ്യാറാക്കാൻ തുടങ്ങാം. ഇനിയിപ്പോൾ കർക്കിടക മാസം ഇങ്ങെത്താറായിട്ടോ നമ്മുടെ ശരീര പുഷ്ടിക്കും അതുപോലെ മുഖകാന്തിക്കും നമ്മുടെ കറുത്ത പാടുകളൊക്കെ മാറുന്നതിനും വേണ്ടിയിട്ട് ഇത് ഒരൊറ്റ സ്പൂൺ അളവിൽ കഴിച്ചാൽ മതിയാകും. അതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ ബീട്രൂട്ടും 1/2 കിലോ ക്യാരറ്റുമാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒന്നുകൂടെ ഹെൽത്തി ആക്കാനും വേണ്ടിയിട്ട് 150 ഗ്രാം അളവില് ഈത്തപ്പഴം, 1/2 കിലോത്തിന്റെ അളവാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഈത്തപ്പഴമൊക്കെ വാങ്ങുമ്പോൾ ശർക്കര പാനി ചേരാത്ത നോക്കി നിങ്ങൾ പ്രത്യേകം വാങ്ങിക്കാട്ടോ. ഇല്ലെങ്കിൽ നല്ലതുപോലെ കഴുകിയതിനു ശേഷമായിരിക്കണം ഉപയോഗിക്കേണ്ടത്. ഈത്തപ്പഴത്തിന്റെ കുരുവെല്ലാം കളഞ്ഞ് നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കണം. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് 100 ഗ്രാം അളവിലെ കാഷ്യൂ, 100 ഗ്രാം ബദാം പരിപ്പ്, 50 ഗ്രാം അളവില് കറുത്ത മുന്തിരി. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇതൊന്ന് നല്ലതുപോലെ കഴുകിയതിനു ശേഷം കുതിർത്താൻ വെച്ചു കൊടുക്കാം. ബദാമും കാഷ്യൂസൊക്കെ നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. ഇതൊന്ന് കുതിർന്ന് വരട്ടെ. അതുപോലെ ഈത്തപ്പഴത്തിന്റെ കുരുവെല്ലാം കളഞ്ഞു വെക്കാം. ഈ ഒരു കുക്കർ എടുത്ത് വെച്ചിട്ട് ഇതിലേക്ക് കട്ട് ചെയ്തിരിക്കുന്ന ക്യാരറ്റ് ആദ്യമായി ചേർക്കാം. ക്യാരറ്റിന്റെ കൂടെ തന്നെ ബീട്രൂട്ടും കൂടെ കട്ട് ചെയ്തത് ചേർക്കാം. ഇനി ഇതിലേക്ക് കുതിർത്തിയെടുത്തിട്ടുള്ള കശുവണ്ടിയും ബദാമും കറുത്ത മുന്തിരിയും കൂടെ ചേർക്കാം. കൂടെ തന്നെ നമ്മൾ കാണിച്ച ഈത്തപ്പഴം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി വേണ്ടത് 1/2 കപ്പ് വെള്ളമാണ്. വെള്ളം കൂടെ ചേർത്ത് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കാം. വെള്ളം കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കുക്കർ മൂടി നമുക്കൊരു 5 വിസിൽ വരുന്നത് വരെയും വേവിച്ചെടുക്കാം. കുക്കർ മൂടിക്കഴിഞ്ഞാൽ നല്ലതുപോലെ എയർ വന്നതിന് ശേഷമായിരിക്കണം ഇതിന്റെ വെയിറ്റ് ഇട്ട് കൊടുക്കേണ്ടത്. അതുപോലെ നമ്മളിപ്പോ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2ാം പാലൊക്കെ ചേർത്ത് കഷ്ണങ്ങൾ വേവിച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പോ വെള്ളത്തിൽ തന്നെയാണ് വേവിച്ചെടുക്കുന്നത്. ഇത് നല്ലപോലെ വെന്തതിന് ശേഷം ഒന്ന് അരച്ചിട്ടാണ് ഞാനിതിലേക്ക് നാളികേരപ്പാല് ചേർക്കുന്നത്. 3-4 വിസിലിന് ശേഷം കുക്കറിന്റെ എയർ എല്ലാം പോയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോ ഇതെല്ലാം നല്ലോണം തന്നെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് തണുപ്പിച്ചെടുക്കണം. തണുപ്പിച്ചെടുത്തതിന് ശേഷം ഒരു മിക്സി ജാറിലേക്ക് മാറ്റിയിട്ട് ഇതൊന്ന് അരച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ ഇനി ഇതൊന്ന് തണുത്ത് വരട്ടെ. എളുപ്പത്തിൽ ചൂടാറി കിട്ടാനായിട്ട് ഒരു ചീനിച്ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചൂടൊന്ന് ആറി വരട്ടെ. ഇപ്പോൾ നമ്മുടെ ബീട്രൂട്ട് ക്യാരറ്റ് ഒക്കെ വേവിച്ചിട്ടുള്ളത് ചൂടാറി വന്നിട്ടുണ്ട്. നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് ഒന്ന് അരച്ചെടുക്കാം. നമുക്കൊരു 2 തവണകൾ കൊണ്ടാണ് ഇതൊന്ന് അരച്ചെടുക്കാൻ സാധിക്കുന്നത്. അതുപോലെ നമ്മൾ ഈ ലേഹ്യം തയ്യാറാക്കുന്ന സമയത്ത് ഓടിന്റെ ഉരുളി ഉണ്ടെങ്കിൽ അതെടുക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ അയൺ പാനൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വെച്ച് ചെയ്യുന്നതാണ് കേട്ടോ നല്ലത്. നിങ്ങൾ ഈ നോൺ സ്റ്റിക് പാനിൽ വെച്ചിട്ട് ലേഹ്യം ഉണ്ടാക്കിയെടുക്കരുത്. ഒരുപാട് നേരം ഇളക്കിയെടുക്കുന്നത് കൊണ്ട് നോൺ സ്റ്റിക് പാനിന്റെ ആ ഒരു കോട്ടിംഗ് ഒക്കെ ഇളകി നമ്മുടെ ലേഹ്യത്തിലേക്ക് ചേരാനായിട്ട് വളരെ തന്നെ സാധ്യത കൂടുതലാണ്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതുപോലെ അരച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊരു ഉരുളിയിലേക്ക് മാറ്റാം. ആദ്യം അരച്ചത് കഴിഞ്ഞാൽ രണ്ടാമത് നമുക്ക് അരച്ചെടുത്തിട്ട് വരാം. അങ്ങനെ രണ്ടാമതും ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതേ ഉരുളിയിലേക്ക് തന്നെ മാറ്റാം. പിന്നെ ഈ കൂട്ടിലേക്ക് 2ാം പാല് 1/2 ലിറ്റർ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത്രയും നമുക്കൊന്ന് ബാക്കി വെക്കാം. ഇത് നമ്മളിപ്പോ അരച്ചെടുത്തിട്ടുള്ള മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നല്ലോണം ഒന്ന് കുലുക്കി ഇതിലേക്ക് തന്നെ ചേർക്കാം. മിക്സിയുടെ ജാറ് നല്ലതുപോലെ കുലുക്കി ഇതിലേക്ക് തന്നെ ഒഴിച്ചിട്ടുണ്ട്. ഇനി നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മൾ ഈ ഒരു ലേഹ്യം തയ്യാറാക്കുമ്പോൾ അല്പം വലിയ തവി എടുക്കുന്നതാണ് കേട്ടോ നല്ലത്. അല്ലെങ്കിൽ നമ്മുടെ കയ്യിലേക്ക് ഇത് തെറിച്ച് കൈയൊക്കെ പൊള്ളാൻ വളരെ സാധ്യത കൂടുതലാണ്. ഞാനിപ്പോൾ നല്ലോണം തന്നെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം അങ്ങ് ഓൺ ചെയ്ത് കൊടുക്കാം. നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള 2ാം പാലൊക്കെ ഒന്ന് തിളച്ച് വറ്റി വരണം. അതുപോലെ നിങ്ങൾക്ക് ഇതിലേക്ക് മധുരം ചേർക്കാതെ ചെയ്തെടുക്കാനാണ് താല്പര്യമെങ്കിൽ മധുരം ഒഴിവാക്കി ചെയ്തോളൂ. അത്യാവശ്യം ചെറിയൊരു മധുരമൊക്കെ ഇപ്പൊ തന്നെ ഉണ്ടാകും. ഇതിപ്പോ ആദ്യ സ്റ്റേജാണിത്. ഇനിയിപ്പോ പല പല രീതിയിലേക്ക് നമ്മുടെ ലേഹ്യം മാറും. അതുവരെ നമുക്ക് തുടർച്ചയായിട്ട് ഇളക്കി ഒന്ന് വറ്റിച്ച് കുറുക്കിയെടുക്കണം. ഇപ്പോൾ നമ്മുടെ ലേഹ്യം ഒന്ന് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. തിളച്ചു തുടങ്ങിയാൽ നമ്മുടെ കയ്യിലേക്കൊക്കെ തുള്ളി തിളച്ച് വരും. അപ്പോൾ ഒരുപാട് ശ്രദ്ധിച്ച് വേണം കേട്ടോ ചെയ്തെടുക്കാനായിട്ട്. നമ്മൾ എടുത്തിട്ടുള്ളത് ചുവട് കെട്ടിയുള്ള ഉരുളി ആയതുകൊണ്ട് അടിപ്പിടിക്കാനൊക്കെ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ഇളക്കി കൂട്ടി വേണം ചെയ്തെടുക്കാൻ. എങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല കേട്ടോ. ഇപ്പോൾ നല്ലോണം തന്നെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. തിളച്ചു തുടങ്ങിയാൽ പിന്നെ ആ ഒരു
നാളികേരപ്പാല് മുഴുവനും തന്നെ തുള്ളി തെളിച്ച് നമ്മുടെ ഈ ഒരു തറയിലൊക്കെ വീഴും. അതുകൊണ്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ടും കൂട്ടി വെച്ചിട്ടും വേണം കേട്ടോ നമുക്കിതുപോലെ ഒന്ന് ഇളക്കി വറ്റിച്ചെടുക്കാനായിട്ട്. ആദ്യമായിട്ട് ഇതുപോലെ ചെയ്യുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. ചെറിയ തീയിൽ വെച്ച് പാകപ്പെടുത്തി എടുക്കുമ്പോഴാണ് ലേഹ്യത്തിനും അതിൻ്റെതായ ഗുണങ്ങൾ കിട്ടുന്നത്. ഫ്ലെയിം കൂട്ടി വെച്ച് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ആ ഒരു കറക്റ്റ് ആയിട്ടുള്ളൊരു പാകം ആയിട്ട് നമുക്ക് കിട്ടില്ല. അപ്പം അതുകൊണ്ട് ചെറിയ തീയിൽ വെച്ചിട്ട് വേണം നമുക്ക് ഈ ലേഹ്യം റെഡിയാക്കി എടുക്കാൻ. അങ്ങനെ നമ്മുടെ ലേഹ്യം ഒന്ന് കട്ടിയായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കുറഞ്ഞ അളവിൽ മധുരം ചേർക്കാം. പാത്രത്തിന്റെ അരികു ഭാഗത്തു നിന്നെല്ലാം നന്നായിട്ട് തന്നെ പിടിക്കുന്നുണ്ട് കേട്ടോ. നല്ല കട്ടിയായിട്ട് വരുമ്പോഴാണ് മധുരം ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ ഒരു 150 ഗ്രാം അളവിൽ കൽക്കണ്ടമാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ ഒരു 1/4 കിലോ അളവിലായിരിക്കണം ചേർക്കേണ്ടത്. ഞാനിപ്പോൾ വളരെ കുറച്ചാണ് മധുരം ചേർത്ത് കൊടുക്കുന്നത്. അരികു ഭാഗത്തു നിന്നെല്ലാം നമുക്കൊന്ന് വിടിവിച്ചെടുക്കണം. അതിനായിട്ടൊരു സ്പാച്ചിൽ വെച്ചിട്ട് നമുക്ക് ഇതിലേക്ക് തന്നെ ഒന്ന് വടിച്ച് ചേർത്ത് കൊടുക്കാം. മധുരം കൂടി ചേർത്ത് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കിതിലേക്ക് 1/4 പാല് 250 മില്ലി അളവിൽ ചേർത്ത് കൊടുക്കാം. ഇനി വീണ്ടും ഇളക്കി യോജിപ്പിക്കാം. നാളികേരപ്പാല് നല്ലോണം ചേർക്കുന്നത് കൊണ്ട് നെയ്യ് വളരെ കുറഞ്ഞ അളവിൽ തന്നെ ചേർത്താൽ മതിയാകും. ഒരുപാടൊന്നും നെയ്യൊന്നും ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇനി 1/4 പാലിൽ കിടന്ന് ഒന്നും കൂടെ വറ്റിക്കിട്ടണം. അങ്ങനെ 1/4 പാലൊക്കെ ചേർത്തിട്ട് നല്ലോണം തന്നെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ആ ഒരു മധുരം ഒന്ന് ബാലൻസ് ആകാനും വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർക്കുന്നത്. ഉപ്പിന്റെ അളവ് കൂടി പോകരുത്, ഒരു പിഞ്ചളവിൽ ചേർത്താൽ മതിയാകും. ഇനിയിപ്പോൾ ഇതൊന്ന് കട്ടിയായി വന്ന താമസം മാത്രമേ ഉള്ളൂ. നല്ലോണം ഇളക്കി ഒന്ന് കട്ടിയാക്കി എടുക്കാം. ഈ ഒരു രീതിയിലാണ് ചെയ്തെടുക്കുന്നതെങ്കിൽ ഏതൊരു അസുഖക്കാർക്കും കഴിക്കാവുന്നതാണ്. നമ്മളിതിലേക്ക് ഒരുപാട് മധുരം ഒന്നും ചേർത്തിട്ടില്ല. അതുപോലെ നെയ്യുടെ അളവും കുറഞ്ഞ അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത്. നാളികേരം പാലാണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് കട്ടിയാകുന്നത് വരെയും നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ ലേഹ്യം ഇവിടെ തിളക്കാനൊക്കെ തുടങ്ങിയിട്ട് ഒരു 2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. 2 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ ഇതുപോലൊരു പരുവത്തിലേക്ക് ആയി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. ഞാൻ ഇതുവരെയും ചെറിയ തീയിൽ വെച്ച് തന്നെയാണ് ഈ ഒരു ലേഹ്യം തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. 5 ടീസ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം. നമ്മൾ ആ വെള്ളമെല്ലാം തുള്ളി തിളച്ചതിന് ശേഷമായിരിക്കണം നെയ്യ് ഒഴിച്ചു കൊടുക്കേണ്ടത്. നെയ്യ് കൂടെ ഒഴിച്ച് നല്ലപോലെ നമുക്കൊന്ന് വരട്ടിയെടുക്കാം. ഇപ്പൊ നമുക്ക് ഈ പാത്രത്തിന്റെ ഉൾവശമൊക്കെ ഒന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് യോജിച്ച് കിട്ടണം. അതുവരെയാണ് നമുക്ക് ഇളക്കിയെടുക്കേണ്ടത്. ഇനി നമുക്ക് ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നടുഭാഗത്തൂടെ നമുക്കിതുപോലെ ഒന്ന് വെട്ടിയെടുക്കാൻ പാകത്തിലേക്ക് ആയി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതുപോലൊരു പാകത്തിലേക്ക് ആയി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് അല്പം ഏലക്കപ്പൊടി കൂടെ ചേർക്കാം. നിങ്ങൾക്ക് ജീരകപ്പൊടി ചേർക്കാൻ താല്പര്യമാണെങ്കിൽ ചേർക്കാം. ഞാനിപ്പോൾ ജീരകപ്പൊടി ചേർക്കുന്നില്ല. ഏലക്കയും ചുക്കും കൂടെ ചേർത്ത പൊടിയാണ് ചേർക്കാൻ പോകുന്നത്. ഏലക്കപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ വീണ്ടും ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് എണ്ണയിലാക്കി കൊടുക്കാം. ഒന്നുകൂടെ മുറുകി വന്നാൽ പിന്നെ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. മാക്സിമം നമുക്കൊരു 3 മണിക്കൂർ വേണം ഈ ഒരു ലേഹ്യം തയ്യാറാക്കി എടുക്കാനായിട്ട്. ലേഹ്യം തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിലേക്ക് നല്ല പോലെ തിളച്ച് പുള്ളി വരാനൊക്കെ സാധ്യത കൂടുതലാണ്. ഒരുപാട് ശ്രദ്ധിച്ച് വേണം നിങ്ങളിത് ചെയ്തെടുക്കാനായിട്ടും. നിങ്ങൾ എടുക്കുമ്പോൾ അല്പം വലിപ്പമുള്ള ഹൈറ്റ് കൂടിയ പാത്രം എടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരുപാടൊന്നും തുള്ളി തിളച്ച് നമ്മുടെ ശരീരത്തിലേക്ക് വീഴില്ല. ഇത് ചെയ്തെടുക്കുമ്പോൾ നമുക്കൊരുപാട് ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ ബീട്രൂട്ട് ക്യാരറ്റ് ലേഹ്യം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പാനിൽ നിന്നെല്ലാം നല്ലോണം വിട്ട് നല്ലപോലെ നടുഭാഗത്തേക്ക് ഉരുണ്ട് വന്നിട്ടുണ്ട്. ഇതുപോലൊരു പരുവമായാൽ പിന്നെ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ചൂടാറി വരുമ്പോൾ നല്ലൊരു ഗ്ലാസ് കണ്ടെയ്നറിലേക്ക് മാറ്റിയിട്ട് നമുക്ക് അടച്ച് സൂക്ഷിക്കാവുന്നതാണ്. നമ്മൾ ഇതുപോലെ പാച്ചുലി കൊണ്ട് കോരിയെടുക്കുമ്പോൾ ഇതൊന്നും ഒട്ടിപ്പിടിക്കാതെ മുറിഞ്ഞു വീഴുന്നതാണ് കേട്ടോ കറക്റ്റ് ആയിട്ടുള്ളൊരു പാകം. പിന്നെ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ കാണുമ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചേച്ചി ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ്സ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾ ഓരോരുത്തരും എനിക്ക് തരുന്ന സപ്പോർട്ടാണ് നമ്മുടെ വീഡിയോ മറ്റുള്ള കൂട്ടുകാരിലേക്ക് എത്തപ്പെടുന്നത്. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെയും കണ്ടുമുട്ടാം. അതുവരെ ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.